അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെത്തണം എന്നാണ്. പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട്, സ്വർഗത്തിലെത്തുമോ എന്ന്. എത്ര തെറ്റ് ചെയ്യുന്ന ആളും വിചാരിക്കല് ലാസ്റ്റ് സ്വർഗത്തിലെത്തണം എന്ന് തന്നെയാണ്. ആരും നരകത്തിൽ പോകാം എന്ന് ഒരാളും പറയൂലല്ലോ. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ചോദിച്ചാൽ അള്ളാഹ് തരും. അള്ളാഹു നമ്മളെ റബ്ബല്ലേ, കാരുണ്യവാനല്ലേ. നമുക്ക് എന്തെല്ലാം തന്നു. വലിയ റമദാൻ തരണേ റബ്ബേ എന്ന് നമ്മ റജബില് ഷാബാലും വരുന്നപ്പോ നമുക്ക് അള്ളാഹ് തന്നില്ലേ. ചോദിച്ചാൽ തരുമൊക്കെ ചെയ്യും. ചോദ്യം ഒരു മട്ടത്തിലായാൽ മതി, അള്ളാഹ് തരും. നമ്മളോട് ഒരാൾ പറയാണ്, സ്ഥിരമായിട്ടൊരു കാര്യം നീ ചെയ്യുകയും മരിക്കുന്ന ദിവസം അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ട്. ചെറിയൊരു സിമ്പിളായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് ചെയ്യുമല്ലോ. കാരണം സിമ്പിളായ കാര്യം ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടം. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞതെങ്കിലോ ഷുവർ ചെയ്യും. കാരണം തങ്ങള് അള്ളാഹു പറയാതെ ഒന്നും പറയൂല, കളവ് പറയൂല, ഒന്നും വെറുതെ പറയുന്ന ആളല്ലല്ലോ. തങ്ങൾ പറയുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരിയും കൂടിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ പിന്നെ കുറച്ചും കൂടി പവറായി ആ ഹദീസിന്. എന്താ പറയുന്നത്? ആരെങ്കിലും സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നറിയപ്പെടുന്ന ദിക്ർ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി എന്ന് തുടങ്ങുന്ന ദിക്ർ ഒരാൾ രാവിലെ ചൊല്ലിയാല് മഗ്രിബിന് മുമ്പ് അയാൾ മരിച്ചാൽ എന്ന് പറഞ്ഞാൽ ആ പകലിൽ അയാൾ മരിച്ച സ്വർഗ്ഗം ഉറപ്പാണ്. ഇനി അയാൾ മഗ്രിബിന് ചെല്ലുകയാണ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ചെല്ലുകയാണ്, മഗ്രിബിന് ശേഷമോ വൈകുന്നേരം ചെല്ലുകയാണ്, രാവിലേക്ക് മുമ്പ് അഥവാ രാത്രി മരണപ്പെട്ടു, പിറ്റേത്തെ രാവിലെ ആവുന്നതിന് മുമ്പ് അയാൾ മരണപ്പെട്ട സ്വർഗ്ഗം ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ രാവിലെ ചെല്ലിയിട്ട് പകല് മരിച്ചാൽ, മഗ്രിബിന് ചെല്ലിയിട്ട് രാത്രി മരിച്ചാൽ, ചുരുക്കത്തിൽ ഇങ്ങനെയുള്ളൂ. രാവിലെയും രാത്രിയും ചൊല്ലിയ ദിവസം മരണപ്പെടുകയാണെങ്കിൽ അയാൾക്ക് ഷുവർ സ്വർഗ്ഗം. സ്ഥിരമായിട്ട് ചൊല്ലുന്ന ഒരാൾക്ക് എന്തായാലും എപ്പോഴും ചെല്ലാൻ തൗഫീക്ക് കിട്ടുന്ന ഒരാൾക്ക് മരിക്കുന്ന ദിവസം ചെല്ലാൻ എന്തായാലും റബ്ബ് തൗഫീക്ക് തരുമല്ലോ. ആ അർത്ഥത്തിൽ നമ്മൾ ഈ ദിക്റിനെ പതിവാക്കണം. ചെറിയ ദിക്ർ, ഈ ദിക്ർ നമ്മൾ പതിവാക്കിയാൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ 100-ലധികം ഗ്രന്ഥങ്ങളിൽ ഈ ദിക്റിന്റെ മഹത്വം വിശദീകരിക്കുന്ന ഹദീസുണ്ട്. ഈ ഇസ്തിഗ്ഫാറിനെ പതിവാക്കുന്നവരിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയണം. വളരെ സിമ്പിൾ, ഒരു അരമിനിറ്റ് തികച്ചും വേണ്ട. ഈ ദിക്റിനെ രാവിലെയും വൈകുന്നേരം ഓരോ തവണ നമ്മൾ ചൊല്ലണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പതിവാക്കി മരിക്കുന്ന ദിവസം ചെല്ലാൻ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ.